ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു കറ്റാർ വാഴയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കറ്റാർ വാഴ വീട്ടിൽ വളർത്താം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ടിപ്സൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ യൂസ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല രീതിയിൽ കറ്റാർ വാഴ എങ്ങനെ നമുക്ക് വീട്ടിൽ വളർത്താമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കണ്ടോ, നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്താട്ടോ നമ്മൾ കറ്റാർ വാഴ വയ്ക്കേണ്ടത്. ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് സൂര്യപ്രകാശം തന്നെയാണ്. വെള്ളത്തിനുമുപരി വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന അല്പമേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമ്മൾ ഈ കറ്റാർ വാഴയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള സീക്രട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് തന്നെയാണ്. അതായത് മുട്ടത്തോട് നമ്മൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ നമുക്ക് കയ്യിലിട്ട് പൊടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് കയ്യിലിട്ട് തന്നെ പൊടിച്ച് അതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ മുട്ടയൊക്കെ വാങ്ങിക്കാത്ത ഉണ്ടാവില്ലല്ലോ. മുട്ട ചിലപ്പോൾ ഡെയിലിയൊക്കെ മുട്ട ഉണ്ടാവും. അപ്പോൾ ആ മുട്ടത്തൊണ്ടൊക്കെ നമുക്ക് കളയാതെ നമ്മുടെ ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിയിൽ തന്നെ ഇട്ട് വയ്ക്കാം. അത് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ വെയിലത്തിട്ടൊന്നും ഉണങ്ങുമൊന്നും വേണ്ട കേട്ടോ. ചിലപ്പോൾ തണലത്തിരുന്നാൽ തന്നെ മുട്ടത്തൊണ്ട് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഉണങ്ങി കിട്ടും. അത് നമ്മൾ ഇതുപോലെ പൊടിച്ചിടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കരുത്. ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഈ മണ്ണ് നോക്കൂ. മണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഈർപ്പമില്ലാത്ത മണ്ണാണ് കറ്റാർ വാഴയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്. അധികം വെള്ളം നിന്നാൽ തന്നെ നമുക്കറിയാം പെട്ടെന്ന് ചീഞ്ഞ് പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ മാത്രമേ വെള്ളം ഒഴിക്കാറുള്ളൂ കേട്ടോ കറ്റാർ വാഴയിൽ. ഈ കറ്റാർ വാഴ കണ്ടോ, നല്ല രീതിയിൽ വന്നിട്ടുണ്ടത്. നല്ല വണ്ണമൊക്കെ ഉണ്ട്. അത് നന്നായിട്ട് നിൽക്കുന്നുണ്ട് കറ്റാർ വാഴ. അപ്പോൾ നമ്മൾ സൂര്യപ്രകാശം ഉള്ളിടത്ത് തന്നെ വയ്ക്കുക. നല്ല നീളവും മണ്ണുമൊക്കെ ഉള്ള ഒരു കറ്റാർ വാഴയാട്ടത്. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള സീക്രട്ട് ഈ മുട്ടത്തൊണ്ട് തന്നെയാണ്. നമ്മളിത് ആഴ്ചയിൽ ഇടണമെന്നില്ല. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ മുട്ടത്തൊണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മുട്ടത്തൊണ്ട് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി മണ്ണ് അതിൽ ഇട്ട് കൊടുക്കണം. പിന്നെ എന്ത് വളം ഇട്ടാലും നമ്മൾ ചെടിയുടെ ആയാലും കടയ്ക്ക ഒന്നും ഇടരുത് കേട്ടോ. കുറച്ചങ്ങ് നീങ്ങിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് വേണ്ട വേറൊരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ഉള്ളിത്തൊണ്ട്, പഴത്തിൻ്റെ തൊലി കേട്ടോ. അതായത് നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ എന്ത് പഴത്തിൻ്റെ തൊലി ആയാലും നമുക്കിതിലിടാം. നേന്ത്രക്കായുടെ പഴത്തൊലിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളിത്തൊണ്ട് എടുത്തിട്ടുണ്ട്, പഴത്തൊലി എടുത്തിട്ടുണ്ട്, പിന്നെ മുട്ടയുടെ തൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയുടെ തൊണ്ട് ഇടുമ്പോൾ സൂക്ഷിക്കണം, നന്നായിട്ട് പൊടിച്ചതിന് ശേഷമാണ് അതിലേക്ക് ഇടേണ്ടത്. പച്ചക്കറി വേസ്റ്റ് ഏത് ചെടിക്കും നല്ലതാണ് കേട്ടോ. നമ്മൾ ഇതിന് തന്നെയല്ല, ഏത് ചെടിക്കും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങളൊരു വട്ടം ഇട്ട് കൊടുത്ത് നോക്കൂ, നന്നായിട്ട് ചെടി വളരും. അപ്പോൾ ഈ ഒരു 3 ഐറ്റം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കറ്റാർ വാഴയ്ക്ക് ഏറ്റവും ബെസ്റ്റാട്ടോ ഈ 3 ഐറ്റം. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ മതി, അല്ലെങ്കിൽ ഒരു മാസം എത്തുമ്പോഴും ആയാലും മതി നമുക്കിത്. കറ്റാർ വാഴ നന്നായിട്ട് വണ്ണം വെച്ച് വരാനും നല്ലതാണ് കേട്ടോ. അതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. മണ്ണിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറച്ചുകൂടി മണൽ ചേർന്ന മണ്ണാണ് കറ്റാർ വാഴയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്. അതായത് ചെളിക്കട്ട പോലത്തെ മണ്ണോ അല്ലെങ്കിൽ കട്ട പിടിക്കുന്ന മണ്ണുകളോ അതൊന്നും പറ്റില്ല. കുറച്ച് മണൽ ചേർന്ന മണ്ണാണെങ്കിൽ നന്നായിട്ടിരിക്കും.
അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കറ്റാർവാഴയുടെ ഇതുപോലത്തെ ഒരു ചെടിയൊക്കെ മതിയാവും, ഒരു തണ്ടൊക്കെ മതിയാവും നമുക്ക് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ. നമ്മുടെ ആവശ്യത്തിന് മുടി വലുതാവാനും ഫേസിലുള്ള പാടുകളൊക്കെ പോവാനും ഏറ്റവും ബെസ്റ്റാണ്. കറ്റാർവാഴയെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ കറ്റാർവാഴ ജെല്ലൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ വീട്ടിലുള്ളതിൻ്റെ ഒരു തണ്ട് മുറിച്ചെടുത്ത് അതിൻ്റെ ജെല്ലെടുക്കുന്നത്. അപ്പോൾ ഈ ചെടി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഏറ്റവും നല്ല സീക്രട്ടാണ് ഞാനിപ്പോൾ കാണിച്ചത്. നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഉള്ളിത്തൊണ്ടും പഴത്തിൻ്റെ തൊലിയൊക്കെ നമ്മുടെ വീട്ടിൽ എന്നും മിക്കപ്പോഴും ഉണ്ടാവുന്നതല്ലേ. ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ടിപ്സാണ് ഞാൻ തന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.